ഗുഡ് ഈവനിങ്. കുറച്ച് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. എൻ്റെ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനമാണ്, നിങ്ങളെല്ലാവരും വരണമെന്ന് പറഞ്ഞത്. അതിലിട്ട കമൻറ്റ് കണ്ടിട്ട് ഒരു അസ്വസ്ഥത തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് അമ്പത് ചേച്ചി ഭരിച്ചു, അതൊരു സത്യമാണ്. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തറിയാം? ഈ കമൻറ്റ് ഇടുന്നവർക്ക് വല്ലതും അറിയാമോ എന്താണ് ഇവിടെ സംഭവിച്ചിരുന്നത്? നമുക്ക് പെട്ടെന്നൊരു ദിവസം മരിച്ചതല്ല, 2 ആഴ്ചയായിട്ട് പുള്ളി വെന്റിലേറ്ററിലാണ്. അവിടുന്ന് പാലക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളിവിടെ ആശ്രമ മെഡിസിറ്റിൽ കൊണ്ടുവന്ന് വെന്റിലേറ്റർ ഐസിയോട് കൂടി ഇവിടെ കൊണ്ടുവന്ന് കയറ്റി ഡോക്ടറോട് കൂടി ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ കംപ്ലീറ്റ് നോക്കി. പക്ഷേ പുള്ളിക്കാരിയുടെ സമയമായിരുന്നായിരിക്കും പുള്ളിക്കാരി മരിച്ചത്. പക്ഷെ ഞാൻ ഇത് പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവമാണ്. എനിക്ക് ഒരു അനിയത്തിയായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഉദ്ഘാടനം എന്ന് വെച്ചാൽ ഇത് ഇന്ന് തീരുമാനിച്ച കാര്യമല്ല, 3 മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച എല്ലാം ബുക്ക് ചെയ്ത കാര്യങ്ങളാണ്. എല്ലാം ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ഇന്നാണ് മരിച്ചെങ്കിൽ ഒരുപക്ഷെ എനിക്ക് മാറ്റി വെക്കേണ്ടി വരുമായിരിക്കും. അത് ഇന്നലെ ആയതുകൊണ്ട് ഇന്ന് എനിക്കൊരു അവസരം കിട്ടി, മാറ്റി വെക്കാതെ എനിക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് നിങ്ങൾ പറയും, ഇങ്ങനെ കമൻറ്റ് ഇടുന്നവർ അവിടെ ഇരുന്ന് ഇങ്ങനെ വേദനിപ്പിക്കുന്ന കമൻറ്റുകളൊക്കെ ഇടാം. പക്ഷേ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക്, എൻ്റെ മക്കൾക്കറിയാം, എൻ്റെ മരുമോനറിയാം, അവരുടെ ഫാമിലിക്കറിയാം ഞാൻ എന്താണ് ചെയ്തതെന്ന്. പുറമേ എന്ന് പറയുന്നവർക്ക് പലതും പറയും. കമൻറ്റ് എനിക്കൊന്നും അയച്ചത്തില്ല. ഞാൻ സിംഗിൾ ബോബനാണ്, അത് മനസ്സിലാക്കുക. എൻ്റെ അമ്മയാണ് ഇങ്ങനെ സിറ്റുവേഷൻ വന്നാലും ഞാൻ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എനിക്ക് ദൈവം തന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരാൾ ഞങ്ങളുടെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ചുമ്മാ കയറി കമൻറ്റ് എടുത്ത് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. സിംഗിൾ ബോബനെ കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കും. സിംഗിൾ ബോബൻ എങ്ങനത്തെ വ്യക്തിയെന്ന് അന്വേഷിച്ച് നോക്കും കേട്ടോ. അല്ലാതെ ചുമ്മാ വെറുതെ കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല. ഞാൻ എല്ലാവർക്കും മാനുഷികമായ എല്ലാ പരിഗണനയും കൊടുക്കുന്നൊരു സ്ത്രീയാണ്. എൻ്റെ ഫാമിലി മാത്രമല്ല, മറ്റുള്ള ഫാമിലികളെ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ എന്നോട് ചേർത്ത് നിർത്തി എല്ലാവരെയും സമം ആയിട്ട് കാണുന്നൊരു സ്ത്രീ തന്നെ. എൻ്റെ കർമ്മത്തിൽ ഞാൻ പക്കയാണ്, അതെനിക്കറിയാം. ഞാൻ എൻ്റെ കർമ്മം മാത്രമേ നോക്കുന്നുള്ളൂ. മരിച്ചവരെ കുറിച്ച് ദുഃഖിച്ചിരിക്കാനൊന്നും എനിക്ക് സമയമില്ല. എനിക്ക് മുന്നോട്ട് പോകണം. എന്നെ ആശ്രയിച്ച് കഴിയുന്ന ഞാൻ മാത്രമല്ല ചെയ്യും, എന്നെ ആശ്രയിച്ചിരുന്ന ഒരുപറ്റ കുടുംബങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. അവർക്ക് ഞാൻ നേരെ നിന്ന് ഞാൻ ധൈര്യസമേതം നിന്നെങ്കിൽ മാത്രമേ എൻ്റെ ഫാമിലിക്കും എന്നെ ആശ്രയിക്കുന്ന ഫാമിലികൾക്കും നന്നായി മുന്നേറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ തളർന്നു പോയാൽ എല്ലാം പോകും. അതുകൊണ്ട് ഈ ഒരു ദിവസം പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ടും ഒരുപാട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ അതുകൊണ്ടുമാണ് ഞാനിത് മാറ്റി വെക്കാതിരുന്നത്. അത് നിങ്ങളിത് ബോധ്യപ്പെട്ടോന്ന് തോന്നി. എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതിനെതിരെ അഭിപ്രായം ഒരിക്കലും ഇല്ല. അമ്മ കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. അമ്പുജി ചേച്ചിയുടെ ഭർത്താവ് ഇത് മാറ്റി വെക്കാൻ ഞങ്ങൾ ഒരുങ്ങി. അമ്പുജി ചേച്ചിയുടെ ഭർത്താവും മകനും എല്ലാം, എൻ്റെ മോളും എല്ലാവരും, മക്കൾ 2 പേരും പറഞ്ഞു അമ്മ ഇത് മാറ്റി വെക്കണ്ട, ഏതായാലും ഇത് മരണം സത്യമാണ്, അമ്മ ഇത് ചെയ്തോ എന്ന് പറഞ്ഞ് അവരുടെ അനുഭവം ആണാനും മോളെ ചെയ്യാതിരുന്നതുകൊണ്ടൊന്നും മാറാൻ പോണില്ല. നിങ്ങളുടെ അനുഭവത്തോടു കൂടിയാണ് ഞാനിത് ചെയ്തത്. പിന്നെ അതൊന്ന് അവനെ കേൾപ്പിച്ചിട്ടുണ്ടേ. എല്ലാവരും ചേച്ചി ഹസ്ബൻഡ് അവരെയും ഞാൻ വിട്ടുകളെത്തില്ല. അവരെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് തന്നെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. കാരണം അവർക്കും അറിയാം ഒത്തിരി പേര് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഞാൻ അവരുടെ ലീഡർ മാത്രമാണ്. അപ്പം ഞാൻ അങ്ങനൊരു ദുഃഖത്തിൻ്റെ മുഖം മൂടി എടുത്ത് അണിഞ്ഞു കഴിഞ്ഞാൽ അത് ധൈര്യമില്ലായ്മയായി പോകും. ജീവിതത്തെ പ്രതിസന്ധികളെ നേരിടണമെന്നാണ് ഞാൻ എല്ലാവരെയും പഠിപ്പിക്കുന്നത്. നമുക്ക് പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അതിനെ സമീപിക്കുന്ന രീതിയാണ് മാറേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, ആര് മരിച്ചാലും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കത്തില്ല. കരയും ഞാൻ. ആ സമയം കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേഗം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് അടുത്തത് എന്താണോ എനിക്ക് സന്തോഷിക്കാനുള്ളത്, ഇനി മുന്നോട്ട് പോകാനുള്ള മാർഗം എന്താണോ അത് തിരയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പിന്നെ മറ്റുള്ളവരെങ്ങനെയാണോ ചിലപ്പം എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്രതിസന്ധി വന്നാൽ അതിന് മുഴുവൻ ദുഃഖവും ആവാഹിച്ചിരിക്കുമായിരിക്കും. ഞാൻ അങ്ങനെ ഇരിക്കത്തില്ല. എന്നെ അങ്ങനെ കിട്ടത്തേയില്ല. നിങ്ങൾ അങ്ങനെ എന്നെ മരണം വരെ കാണത്തുമില്ല. ഇതാണ് സിംഗിൾ ബോബൻ.